അസ്സലാമലൈക്കും പ്രിയമുള്ളവരെ, ഞാൻ മൻസൂർ മണ്ണാർക്കാട് ട്രൂത്ത് ആൻഡ് മിത്തിലെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. എൻ്റെ ഇൻട്രോ വീഡിയോ, ഈ പുതിയ ചാനലിലെ ഇൻട്രോ വീഡിയോ കേൾക്കാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഫസ്റ്റ് വീഡിയോ ഇൻട്രോ വീഡിയോ ആണ്. ഒന്ന് കാണുക, മനസ്സിലാക്കുക. എന്തായിരുന്നു ആദ്യത്തെ ചാനലുകൾ, എന്തുകൊണ്ടാണ് പുതിയ ചാനൽ, ഇനി എന്താണ് നമ്മുടെ ചാനലിൽ എന്നെല്ലാം അതിലൂടെ പറയുന്നുണ്ട് ഇൻഷാ അല്ലാ. ഇന്ന് നിങ്ങൾക്ക് മുമ്പിൽ ഒരു തള്ളാണ് കാണിക്കുവാനുള്ളത്. വളരെ ചെറിയ വീഡിയോ ആണ്, പെട്ടെന്ന് അവസാനിപ്പിക്കാം ഇൻഷാ അല്ലാ. തുടർന്നും എല്ലാ ദിവസവും നമുക്ക് കഴിഞ്ഞില്ലെങ്കിൽ പോലും പരമാവധി വീഡിയോകൾ നിങ്ങൾക്ക് മുമ്പിൽ എത്തിക്കുവാൻ ശ്രമിച്ചുകൊണ്ടിരിക്കാം. അതുപോലെ തന്നെ വാട്സപ്പ് കമ്മ്യൂണിറ്റി, നമ്മളൊരു കൂട്ടായ്മയുണ്ട്, ഒരു വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ട്. അതിലേക്ക് ആർക്കെങ്കിലും ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട്. അതുപോലെ തന്നെ കമൻറ്റിൽ ബോക്സിലും പിൻ ചെയ്ത് വെക്കാം. കൂറ്റമ്പാറ ദാരിമി പറയുന്ന ചില കാര്യങ്ങളാണെന്ന് ഇവിടെ കാണിക്കുവാനുള്ളത്. ചെറിയ വീഡിയോ ആണ്, ആ കുറച്ച് കാണിച്ചിട്ട് നമ്മൾ അവസാനിപ്പിക്കാം. മറ്റൊരു കാര്യം പറയുവാനുള്ളത്, പഴയ പോലെ വലുതാക്കി കാണിക്കുന്നില്ല. അതുപോലെ അങ്ങനെ കോപ്പിറൈറ്റ് അടിച്ചിട്ട് ഉണ്ടാക്കണ്ട. നമ്മൾ ചെറുതായിട്ട് ഇപ്പോൾ മൊബൈലിലാണ് കാണിക്കുന്നത്. ഇൻഷാ അല്ലാ ആദ്യം താമസിയാതെ ഒരു ടാബ് വാങ്ങിയിട്ട് ടാബിൽ കാണിക്കാം. അപ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടി വലുതായിട്ട് കാണുന്ന ഒരു സാഹചര്യം ഉണ്ടാക്കാം. ഇപ്പം നമ്മൾ ഉള്ള സൗകര്യത്തിനനുസരിച്ച് ഉള്ള ആ ഒരു പരിമിതമായ സൗകര്യത്തിലാണ് വീഡിയോ ചെയ്യുന്നത്. വീഡിയോ ഇഷ്ടമായാൽ നിങ്ങൾ മറ്റുള്ളവരിലേക്ക് എത്തിക്കുവാനും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുവാനും കഴിയുമെങ്കിൽ ആ ലൈക്ക് ബട്ടണിൽ ഒന്ന് തൊടാനും മറക്കരുത് എന്ന് പറഞ്ഞുകൊണ്ട് കൂറ്റമ്പാറ ദാരിമി എന്താ പറഞ്ഞു നോക്കാം നമുക്ക്. നാട്ടിലൊക്കെ നേരത്തെ വീട്ടിലും പരിസരത്തൊക്കെ പാമ്പിന്റെ ബുദ്ധിമുട്ടുണ്ടായാൽ നമ്മൾ എന്ത് ചെയ്യും? തങ്ങളുടെ പേര് പോയതെന്ന് വെച്ചാൽ എനിക്കിപ്പോ 2 വർഷമോ 3 വർഷമോ മുമ്പ് എന്റെ വീട്ടിൽ എനിക്ക് അനുഭവം ഉണ്ടായി. രാവിലെ ഒരു 8-8:30 അങ്ങനെ സമയത്ത് 2 പാമ്പ് വീടിന്റെ ആ തലക്കനാതിൽ നിന്ന് ഇങ്ങനെ പുറപ്പെട്ടിട്ടോ 2 ആളും ഇങ്ങനെയാണ് പോകും. പോയിട്ട് വൈകുന്നേരം 5 മണി കഴിഞ്ഞാൽ പോലും ഇങ്ങോട്ട് തിരിച്ചിങ്ങോട്ട് പോകും. ആർക്കും ഒരു ശല്യമൊന്നും. എന്താ ഗവൺമെന്റിന് ജോലി കിട്ടിയല്ലേ എന്നുള്ളത് നമ്മളറിയും. വന്യമൃഗ സംരക്ഷണമൊക്കെ നടക്കണത്. ഇനി ഈ കഥയുടെ ഒരു സാഹചര്യം പറയാം. എവിടെയെങ്കിലും ഇവരെ വയലു പറയാൻ വിളിക്കും. ഈ വയല് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് മതപ്രഭാഷണമാണ്. ചിലപ്പോൾ ഹുബ്ബു റസൂലായിരിക്കാം, ഹുബ്ബു നബി. അതുപോലെ തന്നെ അതല്ലെങ്കിൽ ഖുർആൻ ക്ലാസ് ആയിരിക്കാം, അതുമല്ലെങ്കിൽ എന്തെങ്കിലും ഒരു തരത്തിലുള്ള ഒരു പ്രഭാഷണമായിരിക്കാം. എന്നാൽ ഇവർക്ക് പരിശുദ്ധ ഖുർആനും സ്വഹീഹായ ഹദീസും അടിസ്ഥാനമാക്കി ഒന്നും പറയാൻ കഴിയില്ല. അപ്പോൾ ഒന്നെങ്കിലോ മൊയ്തീൻ ഷെയ്ഖ് പറയും, അല്ലെങ്കിലോ ഏതെങ്കിലും പട്ടനും എഴുതി എന്തെങ്കിലും എടുത്തിട്ട് കാച്ചിയും കൊടുക്കും. ഇതൊന്നുമില്ലെങ്കിലോ പിന്നെ മൂപ്പർ അവിടുന്ന് വീട്ടിൽ നിന്ന് യാത്ര തുടങ്ങി ഈ വയലിൻ്റെ അവിടെ എത്തുന്നത് വരെ ആലോചിച്ചുണ്ടാക്കി കൂട്ടിയ കള്ളക്കഥകളും പറയും. അതിലൊരു കള്ളക്കഥയാണ് ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇത് മിമിക്സ് പരേഡോ അല്ലെങ്കിൽ മിമിക്രി മോണാക്റ്റോ ഒന്നുമല്ല, എൽമിൻ്റെ വേദി എന്നും പറഞ്ഞിട്ടാണ് ഈ പരിപാടി നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇനി കേട്ടോളി നിങ്ങൾ. അപ്പൊ എന്നോട് ഭാര്യ എങ്ങനെ പറഞ്ഞു, 2 പാമ്പ് ഇങ്ങനെ ദിവസം, അത് പോയിക്കോട്ടെ, അവർക്കും ജീവിക്കാനുള്ളത് തന്നെയല്ലേ, നമുക്ക് ശല്യമൊന്നുമില്ലല്ലോ. അല്ല, ശല്യമില്ല എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഞാനിപ്പോൾ രാവിലെ അതായത് നമ്മളെ വീട്ടിൻ്റെ മുന്നിൽ കൂടി ഇങ്ങനെ പാമ്പ് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുകയാണ് വെച്ചെങ്കിൽ നമ്മളെന്താ പറയുക, ഓലിങ്ങനെ പോയിക്കോട്ടെ, നമുക്ക് ശല്യമൊന്നുമില്ലല്ലോ. എൻ്റെ വീട്ടിൻ്റെ മുമ്പ് കൂടിയാണെങ്കിൽ ഞാൻ തച്ചട് കൊല്ലും. കാര്യം എന്താണെന്നറിയോ, എൻ്റെ കുഞ്ഞു മക്കൾ അതിനെ പോകുന്നുണ്ട്, അത് കടിച്ച് ജീവൻ പോയി കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ ബാക്കി നമ്മൾ തന്നെ നോക്കണ്ടേ അല്ലേ? എന്താ ഓട്ടെ, ഇനിയിപ്പോൾ മൂപ്പരെ കുട്ടികളുടെ സ്നേഹമല്ലോ ഇല്ലേ എന്ന് നമുക്കറിയില്ലോ. ഓക്കെ, ഇപ്പം ഇമ്മയുള്ള കാലത്ത് റിഫായി ഷെയ്ഖ് തങ്ങളുടെ പേരിൽ കോയിനെ നീർച്ചേക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട് എന്നാണ് പറയണത്. ഈ പറയണത് ഒരു ഇൽമിൻ്റെ വേദിയാണെന്ന് നേരത്തെ സൂചിപ്പിച്ചു കഴിഞ്ഞു. നേർച്ച അത് അള്ളാഹുവിനുള്ളതാണ്. നേർച്ച അള്ളാഹുവിനെ പാടുള്ളൂ, അള്ളാഹ്ക്കല്ലാത്ത നേർച്ച ഒന്നും പാടില്ല എന്നാണ് ഇസ്ലാം നമ്മെ പഠിപ്പിക്കുന്നത്. അത് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ വീണ്ടും അത് വിശദീകരിച്ചുകൊണ്ട്, പഴയ ജമിനിയൊന്നും പറഞ്ഞിട്ടില്ലല്ലോ, ഇതിലെന്തായാലും ജമിനെ കൊണ്ടുവരാൻ ഉദ്ദേശിച്ചിട്ടില്ല. ഓക്കെ, അപ്പോൾ പിമ്മീൻ പറഞ്ഞതല്ല ദീന്. ആര് പറഞ്ഞാൽ ദീന്? അള്ളാഹുവിൻ്റെ റസൂലും പറഞ്ഞാൽ ദീന്. അള്ളാഹുവിൻ്റെ റസൂൽ എന്തേ ഇപ്പോൾ പറഞ്ഞത്? ഇനി അത് പോട്ടെ. ഈ റിഫായി ഷെയ്ഖ് എന്ന് പറഞ്ഞ ആളുണ്ടല്ലോ, അയാൾ ജനിച്ച് ജീവിച്ച് മരിച്ചു പോയല്ലോ. അതിൻ്റെ തൊട്ട് മുമ്പേ അന്ന് ആരൊക്കെ നീർച്ചയാക്കിന്ന്? കൂറ്റമ്പാറേ പാരങ്ങാക്കെ ഇപ്പൊ എന്റെ അനുഭവത്തിലുള്ള സംഗതിയാണ്. ഇപ്പൊ നിങ്ങൾ ഇല്ലാന്ന് പറഞ്ഞിട്ട് കാര്യമല്ല.
അതായത് നിങ്ങളില്ല എന്ന് പറഞ്ഞിട്ടൊന്നും കാര്യമില്ല, ഞാൻ പറഞ്ഞ നോണ ഞാൻ വിടൂല എന്നുള്ളതാണ്. ഓക്കെ, ഇപ്പോൾ അവിടെ കോയിനെ നേർച്ചയാക്കി. ആർക്കാ നേർച്ചയാക്കിയത്? റിഫായി ഷെയ്ഖിനാ നേർച്ചയാക്കുന്നത്. നേർച്ച അള്ളാഹ്ക്കുള്ളതാണെന്ന് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. റിഫായി ഷെയ്ഖിന് നേർച്ചയാക്കാൻ റിഫായും പറഞ്ഞിട്ടില്ല, മൊയ്തീനും പറഞ്ഞിട്ടില്ല, ആരും പറഞ്ഞിട്ടില്ല. അള്ളയും പറഞ്ഞില്ല, അള്ളാൻ്റെ റസൂലും പറഞ്ഞില്ല. പിന്നെ ആരെയും പറയാം? ഉമ്മിമാപ്പിയ പറഞ്ഞേക്കണേ. റിഫായി ഷെയ്ഖിന് കോഴി നേർച്ചയാക്കിയാൽ റിഫായി ഷെയ്ഖ് എങ്ങനെയാണ് അറിയുന്നത്? ഇനി റിഫായി ഷെയ്ഖ് അറിഞ്ഞു നോക്കുക, ഈ പാമ്പ് എങ്ങനെയാണ് അറിഞ്ഞത്? എന്താണ് കാക്ക? ചെരുപ്പിന്റെ വാറ് പൊട്ടിയാലടക്കം അള്ളഹാനോട് ദുആ ചെയ്യാനല്ലേ ചങ്ങായിമാരെ പറഞ്ഞിട്ടുള്ളത്. നിങ്ങൾ റിമൂവ് ചെയ്യാൻ നടന്നോളി, നിങ്ങൾ കോപ്പിറൈറ്റ് അടിക്കാൻ നടന്നോളി. ഈ വിവരക്കേട് പറയൽ നിർത്തണ്ട. ആദ്യം വിവരക്കേട് പറയൽ നിർത്തി, എന്നിട്ടല്ലേ മറ്റോന്റെ അന്നം മുടക്കാൻ നടക്കല്. ഇസ്മായിലിനോടൊന്ന് പറഞ്ഞു കൊടുക്കൊണ്ടു കൂറ്റം പറേ. നാട്ടിലൊക്കെ നേരത്തെ വീട്ടിലും പരിസരത്തൊക്കെ പാമ്പിന്റെ ബുദ്ധിമുട്ടുണ്ടായാൽ നമ്മൾ എന്ത് ചെയ്യും? റിഫായി ഷെയ്ഖ് തങ്ങളെ പേരിൽ കോയിനെ നിർത്തും. ഈ റിഫായി ഷെയ്ഖിന്റെ പേരിൽ കോയിനെ നേർച്ചയാക്കിയാൽ റിഫായി ഷെയ്ഖ് അവിടെ വന്ന് തിന്നൂല. പിന്നെ ആരാ തിന്ന? ഈ മൊയ്ലിയാക്കന്മാർക്ക് കിട്ടും അത്. റിഫായി ഷെയ്ഖിന്റെ പേരിൽ ഉസ്താദ് ഈ ഒരു കോയിനെ നേർച്ചയാക്കിക്കൊണ്ട് എന്താ ചെയ്യേണ്ടത്? അതിനൊരു കാര്യം ചെയ്യാം. നമുക്ക് റിഫായി ഷെയ്ഖിന്റെ പേരിൽ ഒരു മൗലൂദണ്ട് വളർത്തിയിട്ട് എന്നിട്ട് ആ കോയിനെ അങ്ങോട്ട് കറിയാക്കിയിട്ട് നെയ്ച്ചോറും പത്തിരിയും വെച്ചിട്ട് നിങ്ങളെന്നെ വിളിച്ചോളി, ഞാൻ മൗലൂദല്ല. എന്നിട്ട് മൗലൂദല്ലും. മൗലൂദ് എല്ലി കഴിഞ്ഞാൽ ആദ്യം പത്തിരി പിന്നെ നെയ്ച്ചോറ്. ഇത് രണ്ടിലേക്കും എന്താണ്? ഈ സാധു കോയി. എന്നിട്ട് ഇതും തിന്നിട്ട് മൂപ്പര് കൈമടക്കും വാങ്ങിയിട്ട് പോകും. അപ്പം എന്തായി? പള്ളർച്ച് തിന്നാനും കിട്ടി, പോക്കറ്റ് മണിയും കിട്ടി. അല്ലാതെ റിഫായി ഷെയ്ഖിന് ഇങ്ങനെ ഒരു സംഭവം അറിയില്ല, റിഫായി ഷെയ്ഖ് ഇങ്ങനെ കാര്യം പറഞ്ഞിട്ടില്ല, ഏതേലും ഉമ്മയും ബാപ്പിയും പറഞ്ഞത് ഓലിക്ക് അന്തല്ലച്ചെങ്കിൽ അല്ലേ? ഇതുപോലെ ആളുകൾക്ക് എൽമ് പറഞ്ഞു കൊടുക്കുക എന്നും പറഞ്ഞു നടക്കുന്ന ആൾക്കാർ പറഞ്ഞു കൊടുക്കുന്ന വിവരക്കേടാണിത്. ഒരു ചെരുപ്പിന്റെ വാറ് പൊട്ടിയാലും വിളിക്കുക അള്ളാനേന്ന് പറഞ്ഞ അള്ളാന്റെ റസൂലില്ലേ, ആ റസൂലിൽ പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് എന്തെങ്കിലും ഇവർ പറയുന്നുണ്ടോ? ഇനി റിഫായി ഷെയ്ഖിന്റെ പേരിൽ തീർച്ചയാക്കാം. റിഫായി പറഞ്ഞു കുണിച്ചെങ്കിൽ ഞാൻ പോട്ടെ നോക്കാം. അല്ല, പറഞ്ഞു വെച്ചെങ്കിൽ ചെയ്യാന്നില്ല. എന്താണ് മൊയ്ലിയാക്കന്മാരെ നിങ്ങളിത് റിമൂവ് ചെയ്യാൻ, ഏത് കോപ്പിറൈറ്റ് അടിക്കാൻ ഇങ്ങനെ നടന്നോളിയും. പറയണ വിവരക്കേടിനൊരു കുറവും വേണ്ടിട്ടില്ലേ? വല്ലാത്ത ജാതി. പറയും. എനിക്കിപ്പോ 2 വർഷമോ 3 വർഷമോ മുമ്പ് എന്റെ വീട്ടിൽ എനിക്ക് അനുഭവം ഉണ്ടായി. എന്താ ഉണ്ടായത്? ഇവിടെ നോട്ടെ. രാവിലെ ഒരു 8-8:30 അങ്ങനെ സമയത്ത് 2 പാമ്പ് വീടിന്റെ ആ തലക്കുന്ന അതിരുന്ന് ഇങ്ങനെ പുറപ്പെട്ടിട്ടോ രണ്ടാളും ഇങ്ങനെയാണ് പോയിട്ട് വൈകുന്നേരം 5 മണി കഴിഞ്ഞാൽ ഒരു ഇങ്ങോട്ട് തിരിച്ചിതിരം ഇങ്ങോട്ട് പോകും. പ്രിയമുള്ളവരെ, ഈ പാമ്പ് സംബന്ധമായിക്കൊണ്ട് ഒക്കെ ഒന്ന് നിങ്ങൾ അന്വേഷിച്ച് നോക്കുക. 2 പാമ്പ് ഇതിങ്ങനെ ഈ ആടുകൾ മേയാൻ പോണ പോലെ, താറാവ് ഇങ്ങനെ എന്ന് പറഞ്ഞ് നടക്കണ പോലെ ഒന്നും പാമ്പുകൾ നടക്കൂല. 2 പാമ്പ് ഒരുമിച്ച് വരുന്ന സാഹചര്യം, അത് ഈ മൂർഖന് അതുപോലെ തന്നെ ചേരയുമാണ് ഒരുമിച്ച് വരിക. അല്ലെങ്കിൽ പാമ്പ് ഈ അണലിയൊക്കെ പെറ്റി അടക്കണം. എന്നാൽ കുറേ പാമ്പുകൾ അങ്ങനെ പെറ്റി അടക്കണോടത്ത് കാണാം. അല്ലാതെ ഇതിങ്ങനെ തമാശയും കളിയും പറഞ്ഞിട്ട് ഇങ്ങനെ 2 പാമ്പ് അങ്ങോട്ട് പോവുക, 2 പാമ്പ് ഇങ്ങോട്ട് വരിക, 2 പാമ്പ് അങ്ങോട്ട് പോവുക, 2 പാമ്പ് ഇങ്ങോട്ട് വരിക. എന്തിനാ കാക്ക അങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? പറഞ്ഞാൽ നിങ്ങൾ അത് പിന്നെയും തുടങ്ങിയിരിക്കുക. സോറി ഇല്ലേ, അത് വീണ്ടും റിപ്പീറ്റായി വന്നാണ്, ക്ഷമിക്കണം. അപ്പോൾ ഏതായാലും ഇതുപോലെയുള്ള കള്ളക്കറാമത്ത് പറയലാണ് ഇവരെ പണി. ഇത് കള്ളക്കറാമത്തും അല്ല, കള്ളക്കഥയാണ്. കള്ളക്കറാമത്ത് എന്ന് പറഞ്ഞാൽ ഈ CM-ന്റെ പേരിലൊക്കെ ഇവരിങ്ങനെ കെട്ടിയെഴുന്നള്ളിക്കുന്നുണ്ടല്ലോ. CM വലിയൊന്നല്ല. അള്ളാൻ്റെ ഔലിയാക്കള് ഹറാമ് ചെയ്യൂല, കറാഹത്ത് പോലും ചെയ്യൂല. എന്നാൽ CM ചെയ്യുന്ന ഹറാമുകൾ എണ്ണി ഞാൻ പണ്ട് പറഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ അതൊക്കെ വീണ്ടും പറയാലോ. കാരണം നമ്മളെ വീഡിയോയിലൊക്കെ ഇവർ റിമൂവ് ചെയ്ത് കളഞ്ഞില്ലേ, ചാനലടക്കം ഡിലീറ്റ് ചെയ്ത് കളഞ്ഞില്ലേ, ടെർമിനേറ്റ് ചെയ്യിപ്പിച്ചില്ലേ, സസ്പെൻഡ് ചെയ്യിപ്പിച്ചില്ലേ. നിങ്ങൾക്ക് അറിയില്ല ചെങ്ങായിമാരെ, ഇതേപോലെ വീണ്ടും പറഞ്ഞുകൊണ്ടിരിക്കുന്നുള്ളത്. നിങ്ങളൊരു കാര്യം ചെയ്തോളി, ഇത് നിൽക്കണമെന്നുണ്ടെങ്കിൽ മൻസൂർ മണ്ണാർക്കാടിൻ്റെ വീഡിയോ നിൽക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ വടിവാളും കൊണ്ട് വന്നിട്ട് വെട്ടിക്കൊന്നോളി. അതിന് എനിക്ക് കുഴപ്പമൊന്നുമില്ല. അതിൻ്റെ അപ്പുറം ഇത് നിർത്താൻ അള്ളാൻ്റെ ദുനിയാവിൽ തലയിൽ കെട്ടി നടക്കണ, അല്ലെങ്കിൽ തലയെക്കെട്ടന്മാരെ പിന്നാലെ ക്യാമറയും തൂക്കി നടക്കണ ഒരുത്തനും കഴിയൂല. കഴിച്ച് കണ്ടത് കൂട്ടി കഴിച്ച് കാണിക്കുക. ഇൻഷാ അല്ലാ ഇങ്ങനെ പറയണത് ആരും, ചില ആളുകൾ അഹങ്കാരമാണെന്നൊക്കെ പറയും. ഇത് അഹങ്കാരമല്ല സഹോദരന്മാരെ. നമ്മളിവിടെ ചെയ്യുന്നത് എന്താണ്? ഇവർ പറയുന്ന വിവരക്കേട് പൊട്ടപ്പോയത്ത് ഇങ്ങനെ തുറന്നു കാണിക്കുകയാണ്. അതിന് ഇവർ ചെയ്യുന്നത് എന്താണ്? അത് മറുപടി പറഞ്ഞിട്ട് അത് നീ പറഞ്ഞത് ശരിയല്ല, ഞങ്ങൾ പറഞ്ഞത് തന്നെയാണ് ശരി എന്ന് പറയണ്ടേ? അവരെന്ത് പറയും? അത് ഓം വഹാബിയാണെന്ന് പറയും. ആയിക്കോട്ടെ, ഞാൻ വഹാബി ആയിക്കോട്ടെ. ഇനി ചിലപ്പോൾ പറയും ഓം ഇസ്ലാമിക് യുക്തിവാദിയാണെന്ന് പറയും. വഹാബിസത്ത് നിന്ന് അതിൽ നിന്നും വിട്ടിട്ട് ഇസ്ലാമിക് യുക്തിവാദിയാണെന്ന് പറയും. പറഞ്ഞോ
ഞാൻ പറഞ്ഞതിന് മറുപടി പറഞ്ഞാൽ മതി. അപ്പം പിന്നെന്ത് പറയും? യുക്തിവാദിയായി എന്ന് പറയും. ആയിക്കോട്ടെ, അങ്ങനെ പറഞ്ഞോ. എന്നാലും വേണ്ട, പൊന്നു മൊയ്ലിയാക്കന്മാരെ പിന്നാലെ അടക്കണ ഇസ്മായിലെ, നാണോ മാനോ ഉണ്ടെച്ചെങ്കിൽ ഇതിനൊക്കെ ഒന്ന് മറുപടി പറഞ്ഞിട്ട് ഇതൊന്ന് റിമൂവ് ചെയ്യാൻ വരുന്നുണ്ടോ? അല്ല, കോപ്പിറൈറ്റ് അടിക്കണ്ടെന്ന് ഞാൻ പറയില്ല. ഇജ്ജിപ്പോൾ ഞാൻ അടിക്കണ്ടെന്ന് പറഞ്ഞാൽ അടിക്കാണ്ടിരിക്കൂല. അനക്ക് കണ്ടത് കൂട്ടിക്കോ. ഞാൻ ഡെയിലി ചാനൽ ഉണ്ടാക്കും, ഡെയിലി വീഡിയോ ഇടും ഇൻഷാ അല്ലാ. ഇതാണ് എൻ്റെ ഉദ്ദേശം. അള്ളാഹു തൗഫീക്ക് ചെയ്യുന്ന കാലത്തോളം ഇത് പറഞ്ഞുകൊണ്ടിരിക്കും. നിങ്ങൾ യൂട്യൂബ് റിമൂവ് ചെയ്യാൻ തീരുമാനിച്ചാൽ ഈ പെർമിഷനൊന്നും ഇല്ലാത്തൊരു മൈക്കുണ്ട്, അറിയോ നിങ്ങൾക്ക്? ബാറ്ററിയിൽ വർക്ക് ചെയ്യണേ. അതുകൊണ്ട് ചന്തിൽ മുഴുവൻ പോയിട്ട് ഞാൻ ഈ സാധനം ഇങ്ങനെ LCD കാണിച്ചിട്ട് ആ മൈക്കിൽ കൂടി വിളിച്ചു പറയൽ തുടങ്ങും. അപ്പം നിങ്ങൾ ചിലപ്പോൾ വെട്ടാനും കുത്താനും കൊല്ലാനും ഒക്കെ വരുമായിരിക്കും. അൽഹംദുലില്ലാ. എന്നാലും വേണ്ടില്ല, ഇതിനാണ് നിങ്ങളുടെ പുറപ്പാട് വെച്ചെങ്കിൽ ആൻ്റെയൊക്കെ വീട്ടിൻ്റെ അമ്മരത്ത് വന്നിട്ട് ഞാനത് പൊളിച്ചെടുക്കും ഇൻഷാ അല്ലാ. അള്ളാൻ്റെ വഹദാനിയത്ത്, പരിശുദ്ധ ഖുർആന്, സ്വഹീഹായ ഹദീസ്, തിരുനബിചര്യ, ഇതിനപ്പുറമായിക്കൊണ്ട് മൻസൂർ മണ്ണാർക്കാട് ഇന്നേ വരെ ഒന്നും പറഞ്ഞിട്ടില്ല. ഉണ്ട് എന്ന് കാണിക്കുന്നവർക്ക് കാണിക്കാം. ഞാൻ നിരുപാധികം ക്ഷമ പറഞ്ഞുകൊണ്ട് യൂട്യൂബ് പ്രവർത്തനങ്ങളെ അവസാനിപ്പിക്കാം. ഇല്ലാത്ത കാലത്തോളം ഇവിടെ തന്നെ ഉണ്ടാകും. അതിന് എന്തൊക്കെ കുരു പൊട്ടിച്ചാലും പൊട്ടിച്ചോളിങ്ങൾ എന്ന് പറഞ്ഞുകൊണ്ട് ഇൻഷാ അല്ലാ ഇവിടെ ഉണ്ടാകും എന്നറിയിച്ചുകൊണ്ട് ഈ വീഡിയോ അതിൻ്റെ പിന്നോ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.